ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യെശയ്യാവ് 11:2 കേൾക്കൂ. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവഭക്തിയുടെയും ആത്മാവ് തന്നെ. ഇവിടെ ജ്ഞാനവും പരിജ്ഞാനവും പറയുന്നുണ്ട്. എന്താണ് പരിജ്ഞാനം? എന്താണ് ജ്ഞാനം? സദൃശവാക്യങ്ങൾ 2:6 കേൾക്കൂ. യഹോവയല്ലയോ ജ്ഞാനം നൽകുന്നത്? അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. പരിജ്ഞാനം അഥവാ നോളജ് എന്നത് വസ്തുതകളുടെയും വിവരങ്ങളുടെയും ഒരു ശേഖരണമാണ്. ഉദാഹരണമായി, ദൈവത്തെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ബൈബിൾ വായിച്ച് അതേപ്പറ്റി കുറേ അറിവ് നേടുന്നു. ഇഷ്ടപ്പെട്ട ബൈബിൾ വാക്യങ്ങൾ ഹൃദ്യസ്ഥമാക്കുന്നു. അതെല്ലാം ദൈവഭക്തിയുടെ ആരംഭം തന്നെ. ദിവസവും ബൈബിൾ വായിച്ച് അയാൾക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം ലഭിക്കുന്നു. ജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം എന്നത് ദൈവത്തെ ബഹുമാനിക്കുന്ന രീതിയിൽ ആ അറിവ് പ്രയോഗിക്കാനുള്ള കഴിവാണ്. ജ്ഞാനമില്ലാതെ പരിജ്ഞാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. പരിജ്ഞാനമില്ലാതെ ജ്ഞാനമുണ്ടാകാൻ കഴിയുകയില്ല. ജ്ഞാനത്തിന് പരിജ്ഞാനം ഒരു മുൻവ്യവസ്ഥയാണ്. ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം അറിയുന്ന മനുഷ്യന് പരിജ്ഞാനമുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനം എപ്പോൾ എങ്ങനെ പ്രയോഗിക്കണമെന്ന് ജ്ഞാനത്തിനറിയാം. ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ അറിയുന്നത് പരിജ്ഞാനം. ജ്ഞാനം അതനുസരിക്കുകയും ദിനംതോറും ജീവിക്കുകയും ചെയ്യുന്നു. രണ്ടും ദൈവഭക്തിയിൽ നിന്ന് ആരംഭിക്കുന്നു. സദൃശവാക്യങ്ങൾ 9:10 കേൾക്കും. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. മനസ്സിലുള്ളത് പരിജ്ഞാനവും ഹൃദയത്തിലുള്ളത് ജ്ഞാനവുമായിരിക്കും. സദൃശവാക്യം 2:10 ശ്രദ്ധിക്കൂ. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും. രാജാവായ ശലോമോന് രാത്രി ദൈവം പ്രത്യക്ഷനായി എന്തു തരണം എന്ന് ചോദിച്ചതിന് ശലോമോൻ കൊടുക്കുന്ന മറുപടി 2 ദിനവൃത്താന്തം 1 പറയുന്നുണ്ട്. കേൾക്കൂ. 2 ദിനവൃത്താന്തം 1:10. ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ, അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ദൈവം പ്രസാദിച്ച് ശലോമോന് അത് കൊടുത്തു. ദൈവം കൊടുത്ത ഈ ജ്ഞാനത്തിൻ്റെ പ്രവൃത്തി നമുക്ക് 1 രാജാക്കന്മാർ 3:16 മുതൽ 28 വരെ വായിച്ചാൽ കാണാവുന്നതാണ്. 2 സ്ത്രീകൾ ഒരു കുഞ്ഞിനു വേണ്ടി അമ്മയെന്ന അവകാശവാദം പറഞ്ഞ് സോളമൻ രാജാവിൻ്റെ അടുത്ത് വരുന്നു. രാജാവ് വാൾ കൊണ്ടുവന്ന് കുഞ്ഞിനെ പകുത്ത് 2 പേർക്കായി കൊടുക്കാൻ ആജ്ഞാപിക്കുന്നു. അതിലൊരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള ആർദ്ര സ്നേഹത്താൽ അതിന് സമ്മതിക്കാതെ മറ്റവൾക്ക് കുഞ്ഞിനെ കൊടുക്കാൻ സമ്മതിക്കുന്നു. ഈ പ്രവൃത്തിയിൽ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ ആരെന്ന് തിരിച്ചറിഞ്ഞ് കുഞ്ഞിനെ അവൾക്ക് കൊടുക്കാൻ രാജാവ് കൽപ്പിക്കുന്നു. 28-ാം വാക്യം കേൾക്കൂ. രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേലൊക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവിക ജ്ഞാനം രാജാവിൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കി അവനെ ഭയപ്പെട്ടു. ശലോമോൻ ചോദിച്ച് നേടിയെടുത്ത ജ്ഞാനം പ്രവർത്തിച്ചത് കണ്ടില്ലേ? അതുപോലെ ജ്ഞാനത്തിനായി അപേക്ഷിച്ചാൽ നമുക്കും അത് ലഭിക്കും. ഈ ജ്ഞാനം എന്തെന്ന് യാക്കോബ് 3:17 പറയുന്നുണ്ട്. കേൾക്കൂ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും കീഴടങ്ങുന്നതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. സദൃശവാക്യങ്ങൾ 9:1 പറയുന്നത് ജ്ഞാനം അവൾക്ക് വേണ്ടി വീട് പണിതു, ചെത്തിമിനുക്കിയ 7 തൂണുകൾ സ്ഥാപിച്ചു എന്നാണ്. മുകളിൽ പറഞ്ഞ ഈ 2 വാക്യങ്ങളും കൂട്ടി വായിച്ചാൽ എന്താണ് ആ തൂണുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സഹോദരങ്ങളെ, പരിജ്ഞാനമാർജിച്ച് ജ്ഞാനം നേടുക. ഒരു വാഗ്ദത്തമുണ്ട് സദൃശവാക്യങ്ങൾ 9:11. ജ്ഞാനം മൂലം നിന്റെ ദിനങ്ങൾ നിരവധിയായിരിക്കും, നിനക്ക് ദീർഘായുസ്സുണ്ടാകുകയും ചെയ്യും. ഈ വാക്യങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് ഏവരെയും സഹായിക്കട്ടെ.